നാഥനായ റബ്ബ് നാളെ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണോ? ഞാൻ തന്നതായ സമ്പത്തുകള്, ഞാൻ തന്നതായ നിഅമത്തുകള് അതെന്തിന് ചെലവഴിച്ചു എന്ന് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് അതിന് ഉത്തരം പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് തന്നതായ സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് ഹലാലായ രൂപത്തിൽ ചെലവഴിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ഒരു രൂപ ചെലവാക്കുന്ന സമയത്ത് ഇത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതാണോ എന്നുള്ളതൊന്ന് നാം പരിശോധിച്ചു നോക്കണം. അല്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ കുടുങ്ങിപ്പോകും. ഇന്ന് എത്രയോ പണക്കാര് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്തവരുണ്ട്. ഹജ്ജ് ചെയ്യാതെ നിന്നാൽ ആ എല്ലാ സമ്പത്തുകളും ഒരുമിച്ച് കൂടിയിട്ട് അവനിക്ക് പോകാനുള്ള യാത്ര, അതേപോലെ തന്നെ നല്ല ആരോഗ്യമുണ്ട്, നല്ല ധനമുണ്ട് എന്നീ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്തില്ലെങ്കിൽ അത് അവൻ ഈമാനില്ലാതെ മരിക്കാൻ കാരണമാകും. നമ്മൾ ഏത് സമയവും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാ നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണം, അല്ലാ കലിമത്തു ഷഹാദ ചൊല്ലി മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ എന്ന് എല്ലാ സമയത്തും നമ്മൾ ദുആ ചെയ്യുന്നവരാണ്. എന്നാൽ സമ്പത്തുണ്ടായിട്ടും അതേപോലെ തന്നെ യാത്രയും ആരോഗ്യവും ധനവും എല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഹജ്ജിന് പോകാനുള്ള എല്ലാ കാര്യങ്ങളും അവനിക്ക് ഒത്തുവന്നിട്ടും അവൻ ഹജ്ജ് നിർവഹിക്കാതിരുന്നാൽ അവൻ മരണപ്പെടുന്ന സമയത്ത് ഈമാനില്ലാത്ത മരണമായി പോകും. അതുകൊണ്ട് തന്നെ